റിപ്പോർട്ടർ ബിഗ് എക്സ്ക്ലൂസീവ്. സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ റിപ്പോർട്ടറിനോട് മനസ്സ് തുറക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദ ആശയം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. ഇന്ത്യ പോലെയുള്ള രാജ്യത്ത് മതരാഷ്ട്രവാദം കൊണ്ടുവരുന്നത് ശരിയല്ലെന്നും ജമാഅത്ത് ഇസ്ലാമിക്ക് സമുദായത്തിൽ സ്വാധീനമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ഇന്ത്യ പോലത്തെ രാജ്യങ്ങളിൽ ഒരു മതരാഷ്ട്രവാദം എന്നുള്ളത് കൊണ്ടുവരിക എന്നുള്ളത് ഒരിക്കലും ശരിയല്ല. നമുക്ക് നമ്മളെ മതം ശാസിക്കുന്നതനുസരിച്ച് ഇവിടെ ജീവിക്കാൻ സാധിക്കണം. മതരാഷ്ട്രവാദം കൊണ്ടുവന്നുകൊണ്ട് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ കീഴിലായി കൊണ്ട് ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവരിക എന്നുള്ളത് ഒരിക്കലും അത് പ്രായോഗികമല്ല. ഇപ്പോൾ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ഒരു വിഭാഗത്തിൽ ചില ആളുകൾക്ക് അങ്ങനത്തെ ചില വാദങ്ങളുണ്ടെങ്കിൽ തന്നെ അതിനെ നിരുത്സാഹപ്പെടുത്താനുള്ള കാരണം ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും ശ്രമിക്കേണ്ടത്. അപ്പോൾ അവർക്ക് ആ നിലക്കൊരു അംഗീകാരം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസമൊന്നും ഞങ്ങൾക്കില്ല. ജമാഅത്തെ ഇസ്ലാമിൻ്റെ ആശയം സമസ്ത കേരള ജമിയത്തുമായി വിഭാവനം ചെയ്യുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആശയത്തിനോട് പൂർണ്ണമായും എതിരുള്ള ആശയങ്ങളാണ്. അതിനെ അംഗീകരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അവരെ രാഷ്ട്രീയ കൂട്ടുകെട്ടിനെ പറ്റിയൊന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഞങ്ങളെ മേഖലയല്ല. മുബഷിറിനോടാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മനസ്സ് തുറക്കുന്നത്. സുന്നി ഐക്യത്തെ സ്വാഗതം ചെയ്യുകയാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. സുന്നി ഐക്യത്തെ സ്വാഗതം ചെയ്ത് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സംഘടനാപരമായ ഭിന്നിപ്പുകൾ മൂലം പോയവർക്ക് എല്ലാം തിരിച്ചു വരാമെന്നും വ്യക്തമാക്കും. എല്ലാവരും അനുകൂലമായി പറയുകയും അത് ആഗ്രഹിക്കുന്ന ആളുകൾ അതിന് വേണ്ട സൗകര്യങ്ങളും അതിന് വേണ്ട പ്രവർത്തനങ്ങളൊക്കെ നടത്തിയാൽ മാന്യമായ നിലക്ക് തിരിച്ചു വരാലോ പോയവർക്കൊക്കെ. അവരെ നമ്മൾ തള്ളി പറയാനൊന്നും പറ്റില്ലല്ലോ. ഒരു സംഘടനയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കല്ലേ. നമ്മളെ വേണ്ടപ്പെട്ടവരും നമ്മളുടെ ആശയമുള്ളവരൊക്കെ ആയിരുന്നല്ലോ അവർ. സംഘടനാപരമായൊക്കെ ചില ഭിന്നിപ്പുകളും മറ്റു ചില ഭിന്നിപ്പുകളൊക്കെ കാരണം പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് പരിഹരിച്ചു കൊണ്ടിട്ട് തിരിച്ചു വരാമല്ലോ. വിട്ടുപോയ സുന്നികളൊക്കെ തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മാർഗങ്ങളൊക്കെ എങ്ങനെ ആവണം എന്നുള്ളത് എല്ലാവരും കൂടിയല്ലേ ആലോചിക്കേണ്ടത്. അങ്ങോട്ട് പോയാൽ തിരിച്ചു വരാതെ തന്നെ ഒറ്റടിക്ക് തിരിച്ചു വരുമല്ലോ ചിലപ്പോൾ ഉണ്ടാവില്ലല്ലോ. എന്തിലൊക്കെയാണ് നമ്മൾ എതിർപ്പ് പറഞ്ഞുള്ളത്, ആ എതിർപ്പുകളൊക്കെ അത് തിരുത്തി ആർക്കും തിരിച്ചു വരാം. സമസ്ത ഒരു സ്വതന്ത്രമായ മതസംഘടനയാണെന്നും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ബി ടീം അല്ലെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. മുഖ്യമന്ത്രിമാർ ആരായാലും സമസ്ത നേരിട്ട് കാര്യങ്ങൾ പറയുമെന്നും ജിഫ്രി തങ്ങൾ. സമസ്തയുടെ ജമീയത്തുൽ രൂപീകരിച്ചിട്ട് 100 വർഷമായി. ഉദ്ദേശിക്കുന്നത് പോലെ വേറെയുള്ള ഏതെങ്കിലും പാർട്ടികളുടെയൊക്കെ ഇവിടെ കോൺഗ്രസിൻ്റെ ബി ടീമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടികളുടെ രാഷ്ട്രീയ പാർട്ടികളുടെ ബി ടീമോ ഒന്നും അല്ലല്ലോ ഇത്. അങ്ങനെ രൂപീകരിക്കപ്പെട്ടതല്ല. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളെ ശക്തിപ്പെടുത്താൻ വേണ്ടിയോ അല്ല സമസ്ത കേരള ജമീയത്തുൽ രൂപീകരിക്കപ്പെട്ടു. ുമെങ്കിലും സമസ്തക്കൊരു അടുപ്പമുണ്ട്, ബന്ധമല്ലേ ഉള്ളത്. ആ ബന്ധം അതേമാതിരി തന്നെ തുടരും, പഴയ കാലത്തുള്ളത് പോലെ. ഈ സമസ്ത അനുകൂലികൾ മാത്രമേ ഉള്ളൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. പിണറായി വിജയനുമായിട്ട് നല്ല ബന്ധമുള്ള വ്യക്തി കൂടിയാണ് താങ്കൾ. പല വിഷയങ്ങളും ഉന്നയിച്ച സമയത്ത് ആ രീതിയിൽ തന്നെ കേട്ട് അദ്ദേഹം അത് പരിഗണിച്ചിട്ടുണ്ട്. പലതും പരിഗണിച്ചിട്ടുണ്ട്. നല്ല ബന്ധം തന്നെ. മുഖ്യമന്ത്രി മാത്രമല്ല, കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരായിട്ടും കോൺഗ്രസ് നേതാക്കന്മാരായിട്ടും ലീഗ് നേതാക്കന്മാരായിട്ടും ഒക്കെ നല്ല ബന്ധങ്ങളാണുള്ളത്. സമസ്ത സമ്മേളന വേദിയിൽ പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കാതെ പോയെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ റിപ്പോർട്ടറിനോട് പറഞ്ഞു. വലിയ ആളെ ശക്തനായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് സമസ്ത കേരള ജമീയത്തുൽ ഉലമയോടും എന്നോടൊക്കെയുള്ള പ്രത്യേക ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് ആ യാത്രക്കിടയിൽ അവിടെ വന്നു. എന്നിട്ട് മൂപ്പർ മനസ്സിലാക്കി അവിടെ പ്രസംഗിക്കാൻ അവിടെ ഒരു സമയം ഉണ്ടാവില്ല എന്ന്. മൂപ്പർ എന്നോട് പറഞ്ഞു, പ്രസംഗിക്കലല്ല ആവശ്യം, ഇവിടെ വരലാണ്, ഞാൻ പോകട്ടോ എന്ന്. അപ്പോൾ അത്രമാത്രം ആ സദസ്സിലവിടെ സംബന്ധിക്കുക എന്നുള്ള നിലക്ക് അവിടെ സംബന്ധിച്ചു മൂപ്പർ. അതിന് എപ്പോഴും നമ്മൾ അയാളോട് നന്ദിയുള്ളവരും കടപ്പെട്ടവരും ഒക്കെയാണ് അങ്ങനെ വന്നത്. മുബഷിർ അക്ബറും വി എസ് രഞ്ജിത്തും തത്സമയം ചേരുന്നുണ്ട്. മുബഷിർ അക്ബറിനോടാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സംസാരിച്ചത്. വളരെ പ്രധാനപ്പെട്ട ഒരു അഭിമുഖമാണ്. ഈ അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം സമയത്തിനുള്ളിൽ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതുമായിരിക്കും. ആദ്യം മുബഷിറിലേക്ക്. മുബഷിർ, ഗംഭീരമായൊരു അഭിമുഖമാണ്. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഏകദേശം ഇപ്പോൾ സമസ്തയുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ മുബഷിർ ചോദിച്ചു. അതിനുള്ള കൃത്യമായ ഉത്തരം കിട്ടി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. സമസ്തയുടെ 100ാം വാർഷികാഘോഷവേളയിൽ തന്നെ പ്രമേയം അവതരിപ്പിച്ച് സമസ്ത നിലപാട് വ്യക്തമാക്കിയതാണ്. വളരെ കൃത്യമായി ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്നു, ഇത് ഇസ്ലാമിക രാഷ്ട്രവാദമാണ് ജമാഅത്തെ ഇസ്ലാമിയുടേത്, അതിനോട് യോജിക്കാൻ കഴിയില്ല എന്ന് ആവർത്തിച്ചു പറയുകയാണ്. അതാകട്ടെ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇപ്പോൾ മതരാഷ്ട്രവാദമില്ലെന്ന UDFന്റെ നിലപാടിനോടുള്ള
ഒരു വിയോജിപ്പ് കൂടിയേ വേണമെങ്കിൽ പറയാം. പക്ഷേ പ്രത്യക്ഷത്തിൽ അങ്ങനെ രാഷ്ട്രീയം ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയില്ല. സമസ്തയിലെ നേതാക്കൾ അങ്ങനെ രാഷ്ട്രീയം പറഞ്ഞ് ശീലവുമില്ല. പക്ഷേ പറയാതെ പറയുന്നതും അത് തന്നെയാണ്. ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണയ്ക്കുന്ന ഒന്നിനോടും തങ്ങൾ യോജിക്കില്ല. ജമാഅത്തെ ഇസ്ലാമി എന്നുള്ളത് ആ അർത്ഥത്തിൽ ഇസ്ലാം തീർച്ചയായും ഡോക്ടർ കുമാർ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷിക സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രമേയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രമേയം തന്നെയായിരുന്നു ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ മൗദൂദിസത്തിനെതിരെ സമസ്ത അവതരിപ്പിച്ച പ്രമേയം അവതരിപ്പിക്കാനുണ്ടായ ഒരു സാഹചര്യം, ജമാഅത്ത് ഇസ്ലാമിക്ക് സമുദായത്തിലുള്ള ഒരു സ്വാധീനം, അതിനെക്കുറിച്ചൊക്കെ തന്നെയാണ് വിശദമായിട്ട് സമസ്തയുടെ അധ്യക്ഷനായിട്ടുള്ള ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നമ്മളോട് സംസാരിച്ചിട്ടുള്ള. മതരാഷ്ട്രവാദം എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. ഇന്ത്യ പോലെ ഒരു രാജ്യത്തെ ഒരു തരത്തിലും മതരാഷ്ട്രവാദം പ്രായോഗികമല്ല. ജമാഅത്ത് ഇസ്ലാമി മുന്നോട്ട് വെക്കുന്നത് മതരാഷ്ട്രവാദമാണ്. ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ മതരാഷ്ട്രവാദത്തിൽ നിന്നും അവർ പിന്നോട്ട് പോയി എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ അത് സ്വാഗതാർഹമാണ്. പക്ഷേ മൗദൂദിയെ തള്ളിപ്പറയാൻ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വം തയ്യാറാകണം. അതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആവശ്യം എന്നുള്ളതാണ് ജിഫ്രി തങ്ങൾ പറഞ്ഞു വെക്കുന്നത്. രാഷ്ട്രീയപരമായിട്ടുള്ള ഇത്തരം ചർച്ചകളൊന്നതിന് അഭിപ്രായം പറയാൻ സമസ്തയ്ക്ക് താല്പര്യമില്ല. ജമാഅത്ത് ഇസ്ലാമി എല്ലാ കാലത്തും മുന്നോട്ട് വെച്ചിട്ടുള്ള മതരാഷ്ട്രവാദം തന്നെയാണ്. അതൊരിക്കലും സമസ്തയ്ക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ, ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയങ്ങൾ സമുദായത്തിൽ സ്വാധീനമുണ്ടാക്കുന്ന എന്ന രീതിയിലുള്ള ചർച്ചകളൊക്കെ തന്നെ അനാവശ്യമാണ്. ഒരു തരത്തിലും അവർക്ക് സമൂഹത്തിൽ ഒരു തരത്തിലുള്ള സ്വാധീനവും ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് സ്വാഭാവികമായിട്ടും മതേതര സമൂഹത്തിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾ ഒരു കാരണവശാലും ജമാഅത്ത് ഇസ്ലാമിയെ പോലെയുള്ള സംഘടനകൾ മുന്നോട്ട് വെക്കുന്ന ആശയം, മതരാഷ്ട്രവാദം പോലെയുള്ള ആശയങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കില്ല. ബഹുഭൂരിപക്ഷ മുസ്ലിങ്ങളും ആ ആശയത്തെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. അത് ഇനിയും തുടരുമെന്നുള്ളതാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സമസ്ത അത്തരമൊരു പ്രമേയം അവതരിപ്പിച്ചിട്ടുള്ളത്. കേവലം രാഷ്ട്രീയ ചർച്ചകളുടെ പശ്ചാത്തലത്തിലല്ല പ്രമേയം അവതരിപ്പിച്ചിട്ടുള്ളത്. സമസ്തയുടെ സ്ഥാപിത ആശയങ്ങളിൽ പ്രധാനപ്പെട്ടത് തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമി, അതോടൊപ്പം തന്നെ വഹാബിസം ഉൾപ്പെടെയുള്ള ആശയങ്ങളെ എതിർക്കുക എന്നുള്ളത്. അത് യഥാർത്ഥ ഇസ്ലാമല്ല എന്നുള്ളത് സമസ്ത കാലങ്ങളായിട്ട് പ്രബോധന പാതയിൽ ഇവിടെ പറയാറുണ്ട്. അത് തന്നെയാണ് സമസ്തയുടെ സമ്മേളനത്തിലും ഉണ്ടായത് എന്നുള്ളതാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു വെക്കുന്നത്. ഒരു ഭാഗത്തെ UDF ഉൾപ്പെടെയുള്ള VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദത്തിൽ നിന്നും പിന്നോട്ട് പോയി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അതിനെതിരെ രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനവുമായിട്ട് ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ സംസാരിച്ചുകൊണ്ട് ജിഫ്രി തങ്ങൾ തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഒരു കാര്യം കൂടി ഇതിൽ ഒരു സംശയം ചില കോണുകളിലെങ്കിലും പ്രചരിപ്പിച്ചത് പ്രതിപക്ഷ നേതാവ് സമസ്ത വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയത് പിണങ്ങിയാണ് എന്ന് പറയുന്നു. പക്ഷേ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെ പറയുന്നു അങ്ങനെയല്ല എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ വ്യക്തമാക്കുകയാണ്. പിണങ്ങിപ്പോയതോ ഒന്നുമല്ല, അനുവാദം ചോദിച്ചിട്ടാണ് മടങ്ങിയത്, തിരക്കുള്ളത് കൊണ്ട് വൈകിയത് കൊണ്ടാണ് മടങ്ങിയത് എന്നുള്ളതല്ലേ തങ്ങൾ നൽകുന്ന വിശദീകരണം? തീർച്ചയായും കേരളത്തിലെ ശക്തനായ പ്രതിപക്ഷ നേതാവ് തന്നെയാണ് VD സതീശൻ. അദ്ദേഹം UDFന്റെ യാത്രക്കിടയിലാണ് ഈ സമസ്തയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. അത്രയധികം തിരക്ക് അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നിട്ടും അദ്ദേഹം യാത്രയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തി. അദ്ദേഹത്തിന് പ്രസംഗം ഉൾപ്പെടെയുണ്ടായിരുന്നു. സമസ്ത അത് അനുവദിച്ചതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ സംസാരിച്ചതിനു ശേഷം VD സതീശനും സംസാരിക്കാനുണ്ടായിരുന്നതാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ യാത്രയുമായി ബന്ധപ്പെട്ട വലിയ തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് പോകുന്നു എന്ന അനുവാദം കൃത്യമായിട്ട് ജിഫ്രി തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളോട് പറഞ്ഞതിനു ശേഷമാണ് VD സതീശൻ വേദി വിട്ടത്. അല്ലാതെ പിണങ്ങിപ്പോയതോ പ്രസംഗിക്കാതെ പോയതോ ഒന്നുമല്ല. അതൊക്കെ തന്നെ അടിസ്ഥാനരഹിതമായിട്ടുള്ള പ്രചാരണങ്ങളാണെന്നുള്ളതും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു വെക്കുന്നത്. നേരത്തെ സമസ്തയുടെ പ്രമേയം ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ ഉൾപ്പെടെ വന്നൊരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മതരാഷ്ട്രവാദത്തിനെതിരെ, വർഗീയതയ്ക്കെതിരെ ഒരുമിച്ച് നിൽക്കണമെന്ന ആ ഒരു വേദിയിൽ വെച്ച് പ്രസംഗിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും അക്കാര്യത്തിൽ ഒരു വിശദീകരണം കൊടുക്കേണ്ടി വരുമെന്നുള്ളത് കൊണ്ടാണ്, വിശേഷം ജമാഅത്ത് ഇസ്ലാമിയെ പിന്തുണച്ചത് കൊണ്ടാണ് VD സതീശൻ പ്രസംഗിക്കാതെ പോയത് എന്ന കുപ്രചരണം ഉൾപ്പെടെ നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇക്കാര്യത്തിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെ ഒരു വ്യക്തത വരുത്തിയിരിക്കുന്നത്. അരുൺകുമാർ, താങ്ക് യു. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ജിഫ്രി മുത്തുക്കോയ തങ്ങളും ഒപ്പം ഞങ്ങളുടെ പ്രതിനിധി മുബഷീറും തമ്മിലുള്ള അഭിമുഖം പ്രേക്ഷകർക്ക് കാണാം. നമുക്കൊപ്പം VS രഞ്ജിത്ത് കൂടി ചേരുന്നുണ്ട്. VS രഞ്ജിത്ത്, അഭിമുഖത്തിൽ വളരെ പ്രസക്തമായ കാര്യങ്ങൾ, അതിൽ ജമാഅത്തെ ഇസ്ലാമിയോടുള്ള നിലപാട് ആവർത്തിക്കുകയാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. പ്രമേയത്തിലുള്ളതിൽ ഒരു അണുപോലും മാറാൻ തയ്യാറല്ല. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് സാഹചര്യമുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ കിട്ടിയാൽ അത് സ്വീകരിക്കുമെന്ന് UDF വ്യക്തമാക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദം ഇപ്പോൾ ഇല്ലല്ലോ എന്ന നിലപാട് ചില UDFിലെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ വെച്ച് പുലർത്തുന്ന സാഹചര്യത്തിലാണ് സമസ്തയുടെ അധ്യക്ഷൻ കൂടിയായ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പരാമർശം എന്നുള്ളതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമില്ലേ? ഡോക്ടർ, തീർച്ചയായിട്ടും ഇത് നേരത്തെ സമസ്തയുടെ പ്രമേയത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ. പക്ഷേ ഈ ഇന്റർവ്യൂവിനകത്ത് നമ്മളിപ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞ ഭാഗം കേൾക്കുമ്പോൾ അതിൽ UDFന്, കോൺഗ്രസിന് അല്ലെങ്കിൽ UDFന് ഒരു ഇളവ് കൊടുക്കാൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നമ്മൾ വരികൾക്കിടയിലൂടെ വായിച്ചാൽ ഒരു സംശയം തോന്നാം. കാരണം
അദ്ദേഹം പറയുന്നുണ്ട് ആദർശപരമായിട്ടുള്ള ഒരു വിയോജിപ്പ് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടൊക്കെ ഉണ്ട്. പക്ഷേ രാഷ്ട്രീയമായിട്ടുള്ള കൂട്ടുകെട്ടുകളെ കുറിച്ചൊന്നും ഞാൻ പറയാൻ തയ്യാറല്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി UDF-മായി തെരഞ്ഞെടുപ്പിൽ ധാരണയുണ്ടാക്കുന്നു. അത്തരം വാർത്തകളോട് നേരിട്ട് പ്രതികരിക്കാനോ അതിൽ രൂക്ഷമായ പ്രതികരണം നടത്തി ഉമർ ഫൈസി മുക്കോ ഒക്കെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അദ്ദേഹം നേരിട്ട് ആഞ്ഞടിക്കാറുണ്ട് സാധാരണഗതിയിൽ. അങ്ങനെ അനുഭവിക്കേണ്ടി വരും എന്ന രീതിയിൽ പ്രതികരിക്കാറുണ്ട്. പക്ഷേ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിൽ നേരിട്ട് ഒരു പ്രതികരണം UDF-നെതിരെ ഇല്ല. എന്ന് മാത്രമല്ല രാഷ്ട്രീയമായ കൂട്ടുകെട്ടും ആദർശപരമായ ഭിന്നിപ്പും വ്യത്യാസമുണ്ട് എന്നൊരു നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ VD സതീശിനോട് അദ്ദേഹത്തിനുള്ള ഒരു മതിപ്പ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. VD സതീശിന് വളരെ കരുത്തനായ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം എന്നോടും സമസ്തയോടും ഒക്കെ വലിയ സ്നേഹമുള്ള ആളാണ് എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയുമായി UDF ഉണ്ടാക്കുന്ന കൂട്ടുകെട്ടിലുള്ള അതൃപ്തി പരസ്യമാക്കുമ്പോൾ തന്നെ അത് രാഷ്ട്രീയമായ ഒരു തിരിച്ചടിയാവണമെന്നോ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു വലിയ തോതിൽ UDF-നെ ആക്രമിക്കണം എന്നൊരു പ്രതീതി അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ എവിടെയും ഇല്ല എന്നുള്ളതും ഈ ഒരു സന്ദർഭത്തിൽ രാഷ്ട്രീയമായ പ്രസക്തമാണ്. ഓക്കെ, താങ്ക് യു. VS രഞ്ജിത്തും ഒപ്പം മുബഷീറുമാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട